Hi friends, Technical പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബിരിയാണി ആയിട്ടാണ്, നമ്മുടെ ബീഫ് ബിരിയാണി. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ അപ്പച്ചൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ബിരിയാണി. അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ അപ്പന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം ഇന്നത്തെ ബിരിയാണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക, എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് പോവാം. നമ്മുടെ ബിരിയാണിക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ സവോള 3 വേണം. അതുപോലെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ നല്ലോണം പേസ്റ്റ് ആക്കണം. നമ്മുടെ ബീഫിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ചെയ്യണത്, ഇതൊക്കെ ബീഫിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കണത് ഒരു 2 അല്ലി വെളുത്തുള്ളി നമ്മൾ എടുത്തേക്കണേ. അതിൻ്റെ പകുതി ഇഞ്ചിയാണ് നമ്മൾ എന്നിട്ട് എടുത്തേക്കണേ. നമുക്കിനി വേണ്ടത് പച്ചമുളകിൻ്റെ കേസ് നമ്മളൊരു 16 പച്ചമുളക് ഏകദേശം എടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമാണ് ഇതിൽ ചേർക്കണേ. അപ്പം നല്ലോണം പച്ചമുളക് എടുക്കുക. ഇത് 3 കൂടി എന്നിട്ട് നല്ലോണം നമ്മൾ മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കുക. നമ്മളിനി നമ്മുടെ കുക്കറിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യിൻ്റെ കൂടെ കുറച്ചും കൂടി നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. നമ്മൾ സവോളയാണ് നമ്മൾ വഴറ്റാൻ പോണേ. അപ്പം നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് സവോള ഇടുക. സവോളയും വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചത് കുറച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് നല്ലോണം വഴറ്റി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത സാധനങ്ങളൊക്കെ ഇടുന്നത്. സവോളയുടെ നിറം നല്ലോണം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വഴറ്റി എന്നുള്ള ലക്ഷണമാണത്. അതിനുശേഷം നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറണ വരെ നല്ലോണം നമ്മൾ ഇളക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നമ്മുടെ ഗരം മസാല ഇതിലേക്ക് ചേർക്കണം. നമ്മളപ്പോൾ ഇവിടെ 2 സ്പൂൺ ഗരം മസാലയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഗരം മസാലയാണ് ഇതിൽ യൂസ് ചെയ്യണേ. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ തക്കാളി ഇതിലേക്ക് ചേർക്കാം. നമ്മളിവിടെ എടുത്തേക്കണത് 2 തക്കാളിയാണ്, 2 വലിയ തക്കാളി ആണ് നമ്മൾ എടുത്തേക്കണേ. അത് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ലോണം വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മളപ്പോൾ നമ്മുടെ ബീഫ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ നല്ലോണം വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ നല്ലോണം 3-4 പ്രാവശ്യം കഴുകിയെടുത്ത് വെച്ചേക്കണതാണ്. ബീഫ് നല്ലോണം ചേർത്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഈ മസാലയിലേക്ക്. ശരിക്കും ബീഫ് അതിൽ പിടിക്കണം, മസാലയൊക്കെ പിടിക്കണം ബീഫിൽ. അപ്പോൾ നല്ലോണം അത് മിക്സ് ചെയ്യുക.
അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫിലേക്ക്. ഇനി നമ്മളിത് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് ഒരു 10 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് പിടിക്കും. അപ്പോൾ ആ സമയം നല്ലോണം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ബീഫ് നമുക്ക് തുറന്ന് നോക്കാം. ബീഫ് നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇനി നമുക്ക് നമ്മുടെ ബീഫിലേക്ക് നമ്മുടെ മല്ലിയിലയൊക്കെ നല്ലോണം ചേർക്കാം. പുതിനയില കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ചേർക്കണം. എൻ്റെ ഒരു പുതിനയില ഉണ്ടായില്ല, മല്ലിയില മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം മല്ലിയിലൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ചിലർക്ക് മല്ലിയില ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷെ മല്ലിയില കിട്ടാലാണ് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുള്ളൂ. ബിരിയാണി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പൊക്കെ നെയ്യിൽ വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 സ്പൂൺ നെയ്യാണ് ഒഴിക്കണേ. നമ്മുടെ നെയ്യ് നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു പാത്രത്തേക്ക് എടുത്ത് മാറ്റാം. നമ്മളിനി ഈ പാനിൽ തന്നെ നമ്മുടെ മുന്തിരിങ്ങ വറുത്തെടുക്കുകയാണ്. അപ്പോൾ മുന്തിരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി വേഗം തന്നെ എടുക്കണം. കാരണം മുന്തിരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേഗം തന്നെ വറുത്തെടുക്കുക. നമുക്കിനി ഈ മുന്തിരി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ബിരിയാണിയുടെ മുകളിലിടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വറുത്തെടുത്ത് വെച്ചേക്കണേ. നമ്മൾ നേരത്തെ ഉപയോഗിച്ച പാനിൽ തന്നെ നമ്മൾ സവോളയും കൂടി വറുത്തെടുക്കുകയാണ്. അപ്പോൾ സവോള നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സവോള നല്ലോണം വറുത്തെടുക്കുക. അപ്പോൾ നേരിയ തോതിൽ അരിഞ്ഞ സവോള ആയിരിക്കണം. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. കുറേ നേരം പിടിക്കും. നിങ്ങൾ പറ്റുകയാണെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ നല്ലോണം വേഗം വറുത്തെടുക്കാൻ പറ്റും. സവോള പെട്ടെന്ന് വടിച്ചെടുത്ത് നല്ലോണം വറുക്കാൻ പറ്റും. നമ്മുടെ സബോള നല്ലോണം ഒരു ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. നമ്മളിനി നമ്മുടെ നെയ്ച്ചോറിന് വേണ്ടിയുള്ള മസാലയൊക്കെ ശരിയാക്കാം. അപ്പോൾ നമ്മളിവിടെ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നമ്മുടെ നെയ്യ് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ വേറൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ
അതിലേക്ക് ഇത് ഇടാനായിട്ടാണ്. നമ്മുടെ പാത്രത്തിലെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്, അപ്പോഴാണ് അരിയിലേക്ക് ശരിക്കും പിടിക്കുള്ളൂ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണ നമ്മുടെ കരയാമ്പൂ കറുകപ്പട്ടയൊക്കെ നമുക്ക് ഈ വെള്ളത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ വെള്ളത്തേക്ക് 2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ അരി ഇടണം. അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1 സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വെള്ളത്തിലേക്ക്. നമുക്കിനി നമ്മുടെ അരി ഇടാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. ഇവിടെ ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണേ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ് നമ്മൾ വെച്ച് ചൂടാക്കിയേക്കണേ. നമ്മൾ തിളപ്പിച്ചെടുത്തേക്കണ വെള്ളം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. നമുക്കിനി നല്ലോണം അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് നല്ലോണം വേവിച്ചെടുക്കാം. 15 മിനിറ്റ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ബിരിയാണിയുടെ വെള്ളമൊക്കെ പറ്റി നല്ലോണം വെന്തിട്ടാണ് ഇരിക്കുക. നല്ലോണം വെന്തിട്ടുണ്ട്, ഒട്ടും വെള്ളമൊന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ടെന്ന് അറിയാം. നമ്മളപ്പോൾ ഒന്ന് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി കിടക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഒട്ടാണ്ട് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മളപ്പോൾ ഇതിൽ തന്നെയാണ് ദം ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ പകുതി അരി ഇതിൽ നിന്ന് മാറ്റാണ് ദം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാത്രം ആകുമ്പോൾ നല്ലോണം വലിപ്പമുള്ള പാത്രമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ദം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ബിരിയാണി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിനി നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ലെയർ ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടിയത്തെ ലെയർ നമ്മുടെ അരി അയിലഞ്ഞുണ്ട്. നമ്മളിനി അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുത്തു. അത് നല്ലോണം എല്ലാ സ്ഥലത്തേക്കും ചേർത്ത് കൊടുത്ത് ആ സൈഡ് മൊത്തം ഒന്ന് നല്ലോണം ചേർക്കുക. അതിനുശേഷം നമ്മുടെ റൈസ് ഇനി ഒരു ഫ്ലോറും കൂടി നമ്മളൊരു നേരം കൂടി ഇടണം. അപ്പോൾ നമ്മൾ കുറച്ച് റൈസ് ഇനി ചേർത്ത് കൊടുക്കുക. റൈസ് ഫുള്ളായിട്ട് കവർ ചെയ്യണം. നമ്മളെല്ലായിടത്തേക്കും ആ റൈസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ബീഫിൻ്റെ മുകളിൽ കൂടെ എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കുക. റൈസ് അപ്പോൾ എല്ലായിടത്തും കവറായുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണ സവോള ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങി, അങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തേക്കും ഒന്ന് റൗണ്ട് അടിച്ച് പൈനാപ്പിൾ എസൻസൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പൈനാപ്പിൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൈനാപ്പിളും കൂടി മുകളിൽ നമുക്കിടാം. ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗരം മസാല കുറച്ചെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് കുറച്ച് എല്ലായിടത്തേക്കും ഒന്ന് വെതറാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ബാക്കിയുള്ള അരി നമ്മുടെ ഇതിൻ്റെ മുകളിലേക്ക് ഇടണം. ബാക്കിയുള്ള അരി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫുള്ളും കവർ ചെയ്തിടണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബീഫ് ഇതിൻ്റെ മുകളിലിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ സബോളയും ബാക്കിയുള്ള എല്ലാ ഐറ്റംസുകളും ഇട്ട് കഴിഞ്ഞ് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദം ബിരിയാണിക്കുള്ള ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു.
നമുക്ക് ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിടാം. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് ബിരിയാണി ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.